കാള പെറ്റൂന്ന് കേട്ട ഉടൻ കയറെടുത്ത് പുറപ്പെടുന്ന BJPയുടെ ആ സ്ഥിരം പരിപാടി അതും പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ AI ഇമ്പാക്ട് ഉച്ചകോടി അത് കൊട്ടിഘോഷിച്ച് നടത്തിയതിന് പിന്നാലെ പുറത്തു വരുന്ന വിവാദങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയിരിക്കുകയാണ്. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI എക്സ്പോയിലാണ് നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗിൽഗോട്ടിയ സർവകലാശാല കള്ളപ്രചരണത്തോടെ റോബോട്ടിനെ പ്രദർശിപ്പിച്ചത്. ചൈനീസ് റോബോട്ടിക് കമ്പനിയായ യൂണിട്രിയിലിൻ്റെ യൂണിട്രി ഗോ 2 എന്ന മോഡലാണ് ഇവർ പ്രദർശനത്തിനായി കൊണ്ടുവന്നത്. അത് ഇന്ത്യൻ നിർമ്മിതി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് കണ്ണടച്ച് വിശ്വസിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രചരണം അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ വഴി ഈ റോബോട്ടിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. തദ്ദേശീയമായ വലിയ നേട്ടമാണ് എന്ന നിലയിലാണ് ഇത് കൊട്ടി ആഘോഷിച്ചത്. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. AI ഉച്ചകോടി വെറും PR വർക്കായി മാറിയെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഇന്ത്യയുടെ AI ടെക്നിക്കൽ സ്വാധീനം വെളിവാക്കുന്നതിന് പകരം ചൈനീസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി സർക്കാർ രാജ്യത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് നാശം വരുത്തി AI ഉച്ചകോടി വെറും തമാശയാക്കി മാറ്റുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. ചൈനീസ് കമ്പനിയായ യൂണിട്രി നിർമ്മിച്ച റോബോട്ട് ഓറിയോൺ എന്ന പേരിൽ തദ്ദേശീയമായി നിർമ്മിച്ചത് എന്നായിരുന്നു ഇത് പ്രദർശനത്തിന് കൊണ്ടുവന്ന സർവകലാശാലയുടെ വാദം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗപ്രവേശനം ചെയ്യുകയും ലോകോത്തര കണ്ടുപിടുത്തം എന്ന പേരിൽ സർക്കാരിനെ സ്വയം അങ്ങ് പൊന്തിക്കാനുള്ള അവസരമായി അതിനെ മാറ്റി. പക്ഷേ സംഭവം ആട്ടപ്പടലം കൈവിട്ടുപോയി. പിന്നീട് ചൈന ഇറക്കിയതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഇത് എന്ന് കണ്ടുപിടിക്കപ്പെടുകയായിരുന്നു. ഇതിനെതിരെ തെറ്റ് ചൂണ്ടിക്കാട്ടി മന്ത്രിയെ അടക്കം പരിഹസിച്ച് രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടയില്ല വെടി പൊട്ടിക്കാനാണ് കേന്ദ്രമന്ത്രി ഒരുമ്പെട്ടത്. രാഹുൽ ഗാന്ധിക്ക് ട്രേഡും അറിയില്ല, ടെക്നോളജിയും അറിയില്ല എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. വിഷയം വിവാദമായതോടെ സർക്കാരിനും വലിയ നാണക്കേടായി. ഇതേ തുടർന്ന് AI എക്സ്പോയിലെ തങ്ങളുടെ സ്റ്റാൾ ഉടൻ തന്നെ ഒഴിയാൻ ഗാൽഗോട്ടിയ സർവകലാശാലയോട് അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു. തിരിച്ചടി നേരിട്ടതോടെ വിശദീകരണവുമായി സർവകലാശാല അധികൃതർ രംഗത്തെത്തി. തങ്ങളാണ് ഈ റോബോട്ട് നിർമ്മിച്ചതെന്ന് എവിടെയും അവകാശപ്പെട്ടിട്ടില്ലെന്നും മറിച്ച് വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിനായി വാങ്ങിയതാണെന്നുമാണ് സർവകലാശാല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുൻപ് റോബോട്ടിനെ അവതരിപ്പിച്ച രീതിയും ഇപ്പോൾ നൽകുന്ന വിശദീകരണവും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നാണ് ടെക് ലോകത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ വാർത്ത പ്രചരിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിലെ സാങ്കേതിക മേഖലയ്ക്ക് ഈ സംഭവം നാണക്കേടായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, തുടക്കം മുതലേ ഈ പരിപാടിയുടെ സംഘാടനത്തിൽ വലിയ അപാകതകളാണ് പ്രത്യക്ഷപ്പെട്ടത്. രജിസ്ട്രേഷൻ സമയത്തുണ്ടായ തടസ്സങ്ങൾ മണിക്കൂറുകൾ കാത്തിരുന്ന് അകത്ത് കയറിയ ആളുകൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം വഴി സന്ദർശകർക്ക് അടുത്ത ഇരുട്ടടി സമ്മാനിച്ചത്. എല്ലാവരും പുറത്തു പോകണം. പിന്നീട് മണിക്കൂറുകൾ നീണ്ട മോദിയുടെ സന്ദർശനവും ഫോട്ടോഷൂട്ടും ജനത്തെ ആകെ വലച്ചു. ഉച്ചയൂണിനായി തിരക്കി ചെന്ന അവർക്ക് അവിടെയും ഓൺലൈൻ ബുക്കിംഗ് തടസ്സങ്ങൾ. ഫോട്ടോഷൂട്ടും നാടകവും കഴിഞ്ഞ് മോദി പോയതോടെ എങ്ങനെയും വലഞ്ഞ് അകത്ത് കയറിയ ജനം സംഭവം അറിഞ്ഞ് ഞെട്ടി. അകത്ത് സ്റ്റാളുകളിൽ വൻ മോഷണമത്രേ. എന്ത് ചെയ്യാം? ഇതാണ് ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യയുടെ അവസ്ഥ. എക്സ്പോയിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഭക്ഷണം പോലും കിട്ടാത്ത ദുരിതമായ അവസ്ഥ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് ഊറ്റം കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും പരാജയം പ്രതിനിധികളെ ആകെ വലച്ചത്. പിന്നീട് വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അടപടലം പരാജയമെന്ന് വേണം എക്സ്പോയെ ഇപ്പോൾ വിലയിരുത്താൻ. പിന്നീട് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെ പരാജയം എടുത്തുകാട്ടിയ റോബോട്ടിക് അവതരണം ചൈനയുടേതാണ് എന്ന് തെളിഞ്ഞപ്പോൾ കൂനുമേൽ കുരുവായി അത് മാറി. രാജ്യത്തിന് നാണക്കേടുമായി. രാജ്യത്തെ തദ്ദേശീയ AI ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര വേദി എന്ന നിലയിലാണ് AI ഇമ്പാക്ട് ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിലെ ടെക് കമ്പനികളും വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്ന വലിയൊരു എക്സ്പോ എന്ന് കൊട്ടിഘോഷിച്ച പരിപാടിയിലാണ് വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായത്. ദില്ലിയിലെ ഒരു സ്വകാര്യ സർവകലാശാലയായ ഗാൽഗോട്ടിയ ഇത്തരമൊരു ബ്രഹ്മാണ്ഡ പച്ചക്കള്ളം അവതരിപ്പിക്കുമ്പോൾ
അതിൻ്റെ ആധികാരികത എത്രത്തോളം എന്നത് വിലയിരുത്തേണ്ട സർക്കാർ ഏജൻസികൾ നിർജീവമായതിൻ്റെ പിന്നിലെ ദുരൂഹതയും വർദ്ധിപ്പിക്കുന്നതാണ്. ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്താൻ തുനിഞ്ഞ സർവകലാശാലയുടെ ധൈര്യത്തിന് പിന്നിലെ നിഗൂഢതയും അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. ആരാണ് തട്ടിപ്പിൻ്റെ ഡിജിറ്റൽ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം കണ്ണടച്ചിരുട്ടാക്കുന്ന അവരുടെ മനോധൈര്യത്തിന് പിന്നിൽ അധികാരത്തിൻ്റെ വേതാളങ്ങൾ സംരക്ഷണം നൽകുന്നുണ്ടോ? ഇന്ത്യയെ ഗ്രസിക്കുന്ന BJP പ്രൊപ്പഗാണ്ടയുടെ ഏറ്റവും വലിയ തെളിവായി ഈ AI തട്ടിപ്പ് എക്സ്പോ മാറുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടവർ തന്നെ ഇത്തരം തട്ടിപ്പുകളെ ശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരുന്നത് രാജ്യത്ത് വരാനിരിക്കുന്ന അപകടത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. ആ ആശങ്ക തന്നെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റ് സഭാ സമ്മേളനത്തിൽ പങ്കുവച്ചത്. എന്തിനും ഏതിനും ചൈനീസ് ഉൽപ്പന്നങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറുമെന്ന് പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് ചൈന അടിച്ചേൽപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒഴുകുകയാണ്. ഉൽപ്പാദന മേഖലയിൽ നിന്നും രാജ്യം പിന്നോട്ടാണ്. ഈ മേഖലയിൽ നിന്ന് രാജ്യം പിന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ ഉൽപ്പന്ന മേഖലയിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള സുവർണാവസരങ്ങൾ ചൈനയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുകയാണ് എന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി പങ്കുവെച്ച ആശങ്ക ശരിവെക്കുന്ന ഒരവസ്ഥയാണ് ഈ എക്സ്പോയിൽ തെളിയുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തതയുടെയും നമ്മുടെ ടെക്കുകളുടെ കഴിവില്ലായ്മയും ഏറ്റവും നാണംകെട്ട രീതിയിൽ അവതരിപ്പിക്കുകയല്ലേ ഗോൾഗോട്ടിക് സർവകലാശാല ചെയ്തത്? അതോ സർക്കാരിൻ്റെ ഊറ്റം കൊള്ളുന്ന വിജയം കൊട്ടിഘോഷിക്കാനുള്ള വിഫല ശ്രമമോ? ഏതായാലും ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. ചൈനയും ഇന്ത്യയും അതിർത്തി കാര്യങ്ങളിൽ പോലും സംഘർഷഭരിതമായ ഒരവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തമായ ഒരു സാങ്കേതിക വിദ്യ ഇല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് ഒരു വേദിയായി AI ഇമ്പാക്റ്റ് ഉച്ചകോടി മാറി. ഇത് ശരിക്കും ഇന്ത്യയിലെ ടെക്കുകളോടുള്ള ഒരു വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഇത്തരം ലോകോത്തര പ്രദർശനങ്ങൾ മോണിറ്ററിംഗ് ചെയ്യപ്പെടാതെ എങ്ങനെ പ്രദർശനത്തിനകത്ത് കയറിക്കൂടി? അമേരിക്കയ്ക്ക് മുന്നിൽ തൻ്റെ കഴിവില്ലായ്മ തെളിയിച്ച മോദി വഴി ഇന്ത്യക്ക് മേൽ തീരുവാ സമ്മർദ്ദം അടിച്ചേൽപ്പിച്ച ട്രംപിൻ്റെ നടപടിക്ക് പിന്നാലെയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ AI സാങ്കേതിക വിദ്യയുടെ പരാജയം എക്സ്പോയിലൂടെ വെളിപ്പെടുത്തിയത്. ഇന്ത്യയുടെ രഹസ്യാത്മകമായ പ്രതിരോധ വിദ്യകളിലടക്കം സൂക്ഷിച്ച തന്ത്രങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ദുരൂഹമായി നിലനിർത്തേണ്ട അവസ്ഥയടക്കമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യക്ക് ഒറ്റയ്ക്കൊന്നുമില്ല എന്ന് ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ആശ്രയം കണ്ടെത്തി നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റുന്ന നാണംകെട്ട അവസ്ഥയിൽ എത്തിക്കുകയാണ്. സ്വയം പര്യാപ്തമായ ഒരു ഇന്ത്യയെയാണ് രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യത്ത് വെല്ലുവിളികൾ ഉയർത്തുന്ന സർക്കാർ നയങ്ങളെ എന്നും സമരമുഖത്ത് നിർത്തി ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ സർവോന്മുഖമായ കാര്യങ്ങളെ ഒരു പ്രധാനമന്ത്രിയേക്കാൾ ഗൗരവത്തോടെ സമീപിച്ച് രാജ്യത്തെ നാണക്കേടിൽ നിന്നും രക്ഷിക്കാൻ അശ്രാന്ത പരിശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി. രാജ്യം മുഴുവനും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയാണ് ഇപ്പോൾ പുതിയ ഇന്ത്യക്കായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.